പ്രമുഖ ഫുട്ബോൾ പരിശീലകൻ കാർലോ ആൻസലോട്ടിക്ക് നികുതി വെട്ടിപ്പ് കേസിൽ സ്പാനിഷ് കോടതി 1 വർഷം തടവ് ശിക്ഷ വിധിച്ചു. റിയൽ മാഡ്രിഡിന്റെ മുൻ പരിശീലകനും നിലവിൽ ബ്രസീൽ ദേശീയ ടീമിന്റെ മാനേജറുമായ ആൻസലോട്ടിക്ക് 3,86,361 യൂറോ, ഏകദേശം £3.40 ലക്ഷം പിഴയും വിധിച്ചിട്ടുണ്ട്. എന്നാൽ സ്പാനിഷ് നിയമം അനുസരിച്ച് അക്രമാസക്തമല്ലാത്ത കുറ്റങ്ങൾക്ക് 2 വർഷത്തിൽ താഴെയുള്ള തടവ് ശിക്ഷകൾക്കും മുൻകാല കുറ്റകൃത്യങ്ങളൊന്നുമില്ലാത്ത പ്രതികൾക്ക് സാധാരണയായി ജയിൽവാസം അനുഭവിക്കേണ്ടി വരില്ല എന്നതിനാൽ ആൻസലോട്ടിക്ക് ജയിലിൽ പോകേണ്ടി വരില്ല. റിയൽ മാഡ്രിഡിൽ 2013 മുതൽ 2015 വരെ ആദ്യ ഊഴത്തിൽ പരിശീലകനായിരുന്ന കാലത്ത് തന്റെ പരസ്യ ഇനത്തിലുള്ള അവകാശങ്ങളിൽ നിന്നുള്ള വരുമാനം മറച്ചുവെച്ച് 1 ദശലക്ഷം യൂറോ, ഏകദേശം £8.30 ലക്ഷം നികുതി വെട്ടിച്ചു എന്നാണ് 66 വയസ്സുകാരനായ ആൻസലോട്ടിക്കെതിരെയുള്ള കേസ്. 2015-ലെ സമാനമായ നികുതി വെട്ടിപ്പ് കുറ്റത്തിൽ നിന്ന് അദ്ദേഹത്തെ കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. അക്കൊല്ലം നികുതി ചുമത്താൻ ആവശ്യമായ 183 ദിവസം അദ്ദേഹം സ്പെയിനിൽ താമസിച്ചുവെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. റിയൽ മാഡ്രിഡ് തനിക്ക് 6 ദശലക്ഷം യൂറോ നെറ്റ് ശമ്പളം വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും ഇതിന്റെ സാമ്പത്തിക ഘടന തന്റെ ഉപദേഷ്ടാക്കൾക്ക് വിട്ടുനൽകുകയായിരുന്നുവെന്നും ആൻസലോട്ടി കോടതിയിൽ മൊഴി നൽകി. താൻ ഒരിക്കലും തട്ടിപ്പ് നടത്താൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും ക്ലബ്ബ് പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം വാദിച്ചു. 2021 ഡിസംബറിൽ ആൻസലോട്ടി ഈ ബാധ്യത പൂർണ്ണമായി തിരിച്ചടച്ചിരുന്നു. നികുതി വെട്ടിപ്പ് കേസിൽ ശിക്ഷിക്കപ്പെടുന്ന പ്രമുഖ ഫുട്ബോൾ സെലിബ്രിറ്റികളിൽ ആൻസലോട്ടി അവസാനത്തെയാളല്ല. ബാഴ്സലോണയുടെ ലയണൽ മെസ്സിക്ക് 2017-ൽ 21 മാസം തടവ് ശിക്ഷ വിധിച്ചിരുന്നെങ്കിലും പിന്നീട് അത് പിഴയായി കുറച്ചു. റിയൽ മാഡ്രിഡ് താരം ക്രിസ്ത്യാനോ റൊണാൾഡോ 2019-ൽ 18.8 ദശലക്ഷം യൂറോ പിഴയെടുക്കാൻ സമ്മതിച്ചിരുന്നു. മുൻ ചെൽസി പരിശീലകൻ ജോസെ മൗറീഞ്ഞോയും റിയൽ മാഡ്രിഡിൽ പ്രവർത്തിച്ചിരുന്ന കാലയളവിലെ നികുതി വെട്ടിപ്പിന് 2.2 ദശലക്ഷം യൂറോ പിഴയടച്ചിട്ടുണ്ട്.